CPMന്റെ ഏറ്റവും ഉന്നതരായ പലരും ചതിച്ചു എന്നുള്ള രീതിയിലാണ് അവർ മൊഴി കൊടുത്തിരിക്കുന്നതാണ് മനസ്സിലാവുന്നത്. കാരണം അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് തൻ്റെ അല്ലെങ്കിൽ ദൈവതുല്യമായി തങ്ങൾ കരുതുന്ന ചിലർ തങ്ങളെ ചതിച്ചു എന്നുള്ള ഒരു വാക്ക് തന്നെയാണ് പത്മകുമാറിൻ്റെ മാലിന്യങ്ങൾ എന്നുള്ള വാക്കിൽ നിന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് 3-4 പേരിലേക്കൂടെ അന്വേഷണം ഇത് നീണ്ട് അവിടെ കൊണ്ട് അറസ്റ്റ് ഭാഗങ്ങൾ നിൽക്കും. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് തനിക്ക് ശബരിമലയെ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമെന്ന്, അതിനെ വെളിയിൽ വെച്ച് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇടനിലക്കാരിലും ദേവസ്വം ബോർഡിലും ഉദ്യോഗസ്ഥരിലുമായി ഒതുങ്ങി നിന്ന ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് അന്വേഷണം ഒടുവിൽ നേരിട്ട് സർക്കാരിലേക്കും എത്തുകയാണോ? സ്വർണ്ണക്കൊള്ള കേസിൽ വ്യാപകമായി പഴുകേറ്റ് നിന്ന CPM മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തതോടെ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇനിയും വൻ തോക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നിലപാട് കടുപ്പിക്കുമ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന ദുർബല പ്രതിരോധം മാത്രമാണ് CPMനുള്ളത്. കൊള്ളയിലെ അന്താരാഷ്ട്ര ബന്ധം കൂടി ചൂണ്ടിക്കാണിച്ച് CBI അന്വേഷണ ആവശ്യവും ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതിനോടകം A. പത്മകുമാർ, N. വാസു, വിജയകുമാർ എന്നീ പാർട്ടിയിലെ പ്രമുഖർ ജയിലിലായി കഴിഞ്ഞു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചാണ് ആദ്യം മുതൽ പ്രതിപക്ഷം നീങ്ങുന്നത്. സർക്കാർ പ്രതിരോധത്തിലായോ? ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. സാർ, നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ചോദ്യം ചെയ്തത് എന്തിനാണ്, അറസ്റ്റ് ഉണ്ടാകുമോ എന്നീ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ഇനി മറ്റൊരു തലത്തിലേക്ക് നമുക്ക് ചർച്ച നീങ്ങാം. ഈ സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം നേരിട്ട് സർക്കാരിലേക്ക് എത്തുന്നു എന്നതല്ലേ ഈ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്? ശരിക്കും സർക്കാർ പ്രതിസന്ധിയിലേക്കാണോ പോകുന്നത്? സർക്കാരിലേക്ക് പതുക്കെ അന്വേഷണം നീങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കടകംപള്ളി എന്ന പാർട്ടിക്കാരനെ, മുൻ മന്ത്രിയെ, MLA ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സർക്കാരിലേക്ക് അന്വേഷണം നീളുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നിപ്പം പറയാറായിട്ടില്ല. എന്താണ് ഇവരുടെ മൊഴിയുടെ കണ്ടന്റ് എന്ന് വെളിയിലോട്ട് വന്നിട്ടില്ല. തീർച്ചയായിട്ടും അന്വേഷണം കുറച്ച് കടുപ്പിച്ച് മുന്നോട്ട് തന്നെ പോകും. മുഖം നോക്കാതെ SIT നടപടിയെടുക്കുന്നതാണ് നല്ലത്. കാരണം അത് ചെയ്തില്ലെങ്കിൽ ഹൈക്കോടതി അവരുടെ ഭാഗം കടുപ്പിക്കും. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ദൂഷ്യമുണ്ടാവും. ഭരണഘടനാപരമായ കാര്യങ്ങൾ അവർ നിർവഹിക്കുക. അത് സർക്കാരിൻ്റെ ഏറ്റവും ഉന്നതരായാലും ശരി, അങ്ങോട്ട് അന്വേഷണം നീളുന്നെങ്കിൽ അന്വേഷണം അങ്ങോട്ട് നീട്ടി തന്നെ അന്വേഷിക്കുക. അതുതന്നെയല്ല, ശബരിമല കൊള്ള നമ്മൾ ഇന്ത്യയിൽ ആരും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കൊള്ള തന്നെയായിരുന്നു. അതിന് പാർട്ടി സഖാക്കളുടെ രംഗത്ത് വന്നിരിക്കുന്നു. കള്ളന്മാർ മാത്രമല്ല വന്നിരിക്കുന്നത്, അതിനകത്ത് പോറ്റി ഉൾപ്പെടെയുള്ളവർ, അത് വിഗ്രഹം ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് കടത്തുന്ന സംഘങ്ങൾ മാത്രമല്ല വന്നിരിക്കുന്നത്, പാർട്ടിയുടെ ഉന്നത ശ്രേണിയിലുള്ള ആൾക്കാരും വന്നു കഴിഞ്ഞിരിക്കും. മുൻ MLA മാരും പാർട്ടിക്കാർ വന്നു. പാർട്ടി കേഡർ ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ആയി എന്നാണ് ഇപ്പോഴത്തെ ഈ ചോദ്യം ചെയ്ത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെ ചോദ്യം ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലെ പാർട്ടി അണികളിലെ 3-4 പേരുടെ അറസ്റ്റിലേക്ക്, റിമാൻഡിലേക്കും പോയി കഴിഞ്ഞു. ഇനി 3-4 പേരുണ്ടെന്ന് ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ട്. കാരണം ഇനി ജയശ്രീയെ അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ജയശ്രീ ഇപ്പോൾ ഏകദേശം 10 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 11ാമത് ജയശ്രീ നിപ്പുണ്ട്. 12ാമത് തീർച്ചയായിട്ടും പ്രശാന്തിലേക്ക് വരും കാര്യങ്ങൾ. അത് തന്നെയല്ല, ഈ സ്വർണ്ണക്കടത്തിലെ വിഗ്രഹം പഞ്ചലോഹ വിഗ്രഹം കൈപ്പറ്റി എന്ന് പറയുന്ന D മണി ഉൾപ്പെടെയുള്ള 3-4 പേരെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് അവർ 3-4-5 അഡ്വക്കറ്റിൻ്റെ അകമ്പടിയോടുകൂടി തന്നെയാണ് വന്നത്. അതുകൊണ്ട് അവരെ ഇനി അടുത്ത ദിവസം വീണ്ടും ചോദ്യം ചെയ്യും. അത് മുൻ ദേവസ്വം മന്ത്രിമാരെ ചോദ്യം ചെയ്ത ശേഷം അടുത്ത നടപടിയിലേക്ക് അവർ കയറും. എന്തായാലും 2 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ സേവനം കൂടി SIT ഇപ്പം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വന്നു കഴിയുമ്പോൾ അന്വേഷണം കുറച്ച് വിപുലമാകും. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് ആ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ 2 പേരെയും കൂടെ വേണമെന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോവുകയാണെന്നാണ് എൻ്റെ നിഗമനം. അതിനകത്ത് ഒരു CBIയുടെ ആവശ്യം ഇവിടെ ഇല്ല. അതിലും ബെറ്റർ ആയിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം ഇതുവരെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി അതിനകത്ത് ഒരു CBIയുടെ അന്വേഷണം ഒരിക്കലും ആവശ്യപ്പെടരുത് എന്ന് തന്നെയാണ് എൻ്റെ നിഗമനം. സർ, പലരും പറയുന്നു കടകംപള്ളിയിൽ നിന്ന് അന്വേഷണം പിണറായിയിലേക്ക് പോകുമെന്ന്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ ഈ ഒരു കേസിൽ? കടകംപള്ളിയിൽ നിന്ന് അന്വേഷണം മുകളിലേക്ക് പോകുമോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. കാരണം കടകംപള്ളി ഉൾപ്പെടെയുള്ളവർ വരുമ്പം ശബരിമല കൊള്ളയുടെ പണം ആരൊക്കെ കൈപ്പറ്റി
കൈപ്പറ്റിയവരുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ വിജിലൻസിലേക്ക് പലരെയും അറസ്റ്റ് ചെയ്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ വിജിലൻസ് ആംഗിളിലേക്കും കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. പണം കൈപ്പറ്റിയിരിക്കുന്നു. എവിടെ നിന്നാണ് ആ പണം വന്നത്? അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇതുപോലെയുള്ള ഡി മണിയെ പോലെയുള്ള ആൾക്കാർ ഈ സ്വർണ്ണ പാളിക പലതും കടത്തിയപ്പം പ്രതിഫലമായി ലഭിച്ച പണം അത് സർക്കാർ, ആ ദേവസ്വം ബോർഡിലെ സർക്കാർ ജീവനക്കാരുടെ കൈക്കൽ എത്തിയെന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ പണം വേറെ ആരിലേക്കൊക്കെ പോയിട്ടുണ്ട്. പാർട്ടിയിലേക്ക് പണം പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിയിലെ ഉന്നതരായ നേതാക്കന്മാർ അത് ആൻസർ ചെയ്യേണ്ടി വരും. പണത്തിൻ്റെ ഇടപാടിലേക്ക് കാര്യങ്ങൾ പതുക്കെ SIT വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഒറിജിനൽ സാധനങ്ങളൊന്നും ഇപ്പോൾ ശബരിമലയിലില്ല. അതെല്ലാം അവിടെ നിന്ന് കടത്തിയിരിക്കുന്നു. പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് ശബരിമലയിൽ കൊണ്ടെത്തിച്ചതെന്നും വ്യക്തമാണ്. അതുകൊണ്ട് ആ വിറ്റുപോയ സാധനങ്ങൾ, കടത്തിയ സാധനങ്ങളുടെ പണം ആരൊക്കെ കൈപ്പറ്റി എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും 2 CIമാർ വരുമ്പോൾ അതിലേക്കൂടെ അന്വേഷണം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നും ശബരിമലയിൽ വെച്ചാണ് പരിചയമെന്നും കടകംപള്ളി അന്വേഷണ സംഘത്തോട് പറഞ്ഞതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പല വഴിപാടുകളുടെയും സ്പോൺസർ എന്ന പരിചയമാണ് പോറ്റിയുമായി ഉള്ളത് എന്നും അതിനപ്പുറം പോറ്റിയുമായി ഇടപാടൊന്നും ഇല്ല എന്നാണ് കടകംപള്ളി മൊഴി കൊടുത്തിരിക്കുന്നത്. ഇത് എത്രത്തോളം SIT വിശ്വാസത്തിലെടുത്തിട്ടുണ്ടാകും? കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് തനിക്ക് ശബരിമലയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമെന്ന്, അതിനെ വെളിയിൽ വെച്ച് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും വെളിയിൽ വെച്ച് കണ്ടതായിട്ടുള്ള ഫോട്ടോഗ്രാഫൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. പല ചാനലിലൊക്കെ അത് കാണുന്നുണ്ട്, പല യൂട്യൂബിലൊക്കെ അത് കാണുന്നുണ്ട്. അതുകൊണ്ട് ശബരിമലയിലെ മാത്രമല്ല, അല്ലാതെയും ഇവർ തമ്മിൽ പരിചയമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതുതന്നെയല്ല, സ്പോൺസർമാരായി പലരും രംഗത്ത് വന്നിട്ടുണ്ട് ശബരിമലയിൽ. അവർ ഒത്തിരി സംഭാവനകൾ കൊടുക്കുന്നുണ്ട്. ആ സ്പോൺസർമാരെ കൊണ്ടുവരുന്നതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൃത്യമായിട്ട് ഇതിനകത്ത് പണം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നത്. ഒരു വാർത്ത നേരത്തെ വന്നിരുന്നല്ലോ, തിരുവനന്തപുരത്ത് വെച്ച് ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് ദേവസ്വത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും പണം കൈപ്പറ്റാൻ തിരുവനന്തപുരത്ത് വെച്ച് വന്നിരുന്നു. അതിന് എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ 3 പേരും തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നു, പണം കൈമാറി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എല്ലാം കൂടെ വെച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കൃത്യമായിട്ട് പണ ഇടപാടുകൾ ഇതിനകത്ത് ഉണ്ടായി ധാരാളം. ആർക്കൊക്കെ കൈപ്പറ്റി, എങ്ങോട്ടൊക്കെ പോയി, ഏതൊക്കെ വ്യക്തികൾ കൈപ്പറ്റി, പലരും വലിയ വീടുകളൊക്കെ സൗദങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പം പണം വന്നതിന് ഉറപ്പായി അത് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പാർട്ടി വിഷമവൃത്തത്തിലാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാർ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഇനി 3-4 പേരെ കൂടി അറസ്റ്റ് ചെയ്താൽ ശബരിമല കൊള്ളയിൽ ഏകദേശ ചിത്രം പുറത്താകുമെന്ന്. അത് ആരൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 3-4 പേരിലേക്കൂടെ അന്വേഷണം നീളും. അതോടുകൂടി അറസ്റ്റ് നിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം രാഷ്ട്രീയപരമായി ഉള്ള 3-4 ഘടകങ്ങൾ, 3-4 വ്യക്തികളും ഇതിനകത്തുണ്ട്. കാരണം 2 പേരെ നമ്മൾ കണ്ടു കഴിഞ്ഞു, പത്മകുമാറിനെയും വാസുവിനെയും കണ്ടു കഴിഞ്ഞു. ഇനി പ്രശാന്ത് ഉണ്ട്, അതുപോലെയുള്ള ആൾക്കാരുണ്ട്. അതിലേക്കും അന്വേഷണം വരും. 3-4 പേര് രാഷ്ട്രീയ മേലാളന്മാർ ഇതിനകത്തുണ്ട്. അവരിലേക്കൂടെ അറസ്റ്റ് നീണ്ടു കഴിയുമ്പോൾ അറസ്റ്റ് ഭാഗങ്ങൾ നീരും. പിന്നെ കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഡി മണി ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കടത്തിൽ, അല്ലെങ്കിൽ ദേവദാരു ശില്പം, അല്ലെങ്കിൽ അവിടെ ധാരകശില്പത്തിൽ, അല്ലെങ്കിൽ കട്ടലപ്പടിയിൽ, അല്ലെങ്കിൽ വാതിൽ, അത് കടത്തി ഇവരിലേക്ക് ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കണം. അതിൻ്റെ പണം വന്നിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെ കൈപ്പറ്റി എന്നുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് 3-4 പേരിലേക്കൂടെ അന്വേഷണം ഇത് നീണ്ട് അവിടെ കൊണ്ട് അറസ്റ്റ് ഭാഗങ്ങൾ നിൽക്കും എന്നാണ് ഞാൻ തൽക്കാലം കരുതുന്നത്. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രം വിചാരിച്ചാൽ ഇത്തരത്തിലൊരു സ്വർണ്ണക്കൊള്ള നടത്താൻ ശബരിമലയിൽ കഴിയുമോ? അപ്പോൾ ഇതിനൊക്കെ ഒരു രാഷ്ട്രീയമായ സംരക്ഷണം ഉണ്ടായിരുന്നു എന്നതല്ലേ ശരിക്കും നമ്മൾ അനുമാനിക്കേണ്ടത്? ശബരിമല കൊള്ള നടത്തിയത് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രമല്ല, അവർക്ക് തന്നെ അത് സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അവരുടെ മുകളിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കണം, എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള കൊള്ളയ്ക്ക് അവർ കൂട്ടുനിൽക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ കൊള്ള നടത്തിയവരെ ഇപ്പോൾ അവരെ മേലാളന്മാർ അല്ലെങ്കിൽ CPMൻ്റെ ഏറ്റവും ഉന്നതരായ പലരും ചതിച്ചു എന്നുള്ള രീതിയിലാണ് അവർ മൊഴി കൊടുത്തിരിക്കുന്നതാണ് മനസ്സിലാവുന്നത്. കാരണം അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് തൻ്റെ ദേവതുല്യം അല്ലെങ്കിൽ ദൈവതുല്യമായി തങ്ങൾ കരുതുന്ന ചിലർ തങ്ങളെ ചതിച്ചു എന്നുള്ള ഒരു വാക്ക് തന്നെയാണ് പത്മകുമാറിൻ്റെ മാലിന്യങ്ങൾ എന്നുള്ള വാക്കിൽ നിന്ന് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിന് വേദനയുണ്ടായി, താൻ ഒറ്റപ്പെട്ടു പോയി, താൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെയുള്ള വാക്കുകൾ പുറത്തേക്ക് വരുന്നതെന്ന് ഞാൻ കരുതുന്നുണ്ട്. അതുതന്നെയല്ല,
ഇതിനകത്ത് താൻ ഒറ്റപ്പെട്ടു, താൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ അതിന് ഉത്തരവാദികളായ പലരും അതിനകത്ത് വന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ദൈവതുല്യം എന്നുള്ള വാക്ക് അത് മാലിന്യങ്ങൾ ആയ ചില വ്യക്തികൾ, കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതുക്ക് മുകളിലുള്ള വളരെയധികം ഇയാൾ ബഹുമാനിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ധ്വനി തന്നെയാണ് പത്മകുമാറിൻ്റെ ആ ഒരു പ്രസ്താവനയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കമൻറ്റിൽ നിന്നും വരുന്നത്. 3 CPM നേതാക്കളാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. ഇതൊന്നും അന്നത്തെ മന്ത്രി അറിയാതെയാണ് നടന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? CPM 3 ഉന്നത നേതാക്കന്മാർ ശബരിമല കൊള്ളയിൽ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പം തീർച്ചയായിട്ടും അവരുടെ സ്വന്തം തീരുമാനമാണോ ഇത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ. കാരണം അവരുടെ സ്വന്തം തീരുമാനമല്ല. അവർക്ക് തീർച്ചയായിട്ടും പാർട്ടിയുടെ അണിയായതുകൊണ്ട് അവരുടെ മുകളിലുള്ള ആൾക്കാരുടെ കൺസെൻറ്റ് കിട്ടാതെ ഒരു കാര്യം പാർട്ടിക്കാർ ചെയ്യില്ല. അതാണ് അതിൻ്റെ പാർട്ടിയുടെ ഡിസിപ്ലിൻ. അതുകൊണ്ട് 3 പേര് അവരുടെ മുകളിലുള്ള കടകംപള്ളിയിലോട് ചോദിക്കാതെ ഒരു കൺസെൻറ്റ് കിട്ടാതെ ഒരു കാര്യം ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവരിലേക്കൂടെ അന്വേഷണം നീളാതെ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ SITക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചപ്പോൾ എല്ലാം അയ്യപ്പൻ നോക്കിക്കോളുമെന്നാണ് പത്മകുമാർ പറഞ്ഞത്. ദൈവതുല്യരായ പലരും പിന്നിലുണ്ട് എന്നും പറഞ്ഞിരുന്നു. അത് ആരാണ് എന്ന ചോദ്യത്തിന് വേട്ട നായ്ക്കൾ അല്ല എന്നാണ് പത്മകുമാർ മറുപടി പറഞ്ഞത്. പ്രതികളെല്ലാം പത്മകുമാറിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മറുചോദ്യം ഉന്നയിച്ചപ്പോൾ അയ്യപ്പൻ നോക്കിക്കോളും, ദൈവം തുല്യൻ ശവം തീനിയല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരായിരിക്കും ഈ ദൈവതുല്യർ? പത്മകുമാറിനെ റിമാൻഡ് ചെയ്ത സന്ദർഭത്തിൽ പത്രക്കാർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായ ഉത്തരമല്ല നൽകുന്നത്. കൊണ്ടും കൊള്ളിയും വെച്ചിട്ട് അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞു. എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്നാണ് അദ്ദേഹം 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞത്. അത് തന്നെയല്ല, അയ്യപ്പൻ നോക്കുന്നത് മാത്രമല്ല, താൻ ദൈവതുല്യം അവരാരും വേട്ടനായ്ക്കളല്ല എന്നുകൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ആലോചിച്ചെടുക്കേണ്ടി വരും. അയ്യപ്പൻ അതിൻ്റെ പിന്നാലെ പറഞ്ഞ അയ്യപ്പൻ അത് നോക്കിക്കൊള്ളും, ദൈവതുല്യം ശവന്തീനിയിലല്ല എന്നിവിടെ പറഞ്ഞു. വലിയ അർത്ഥമാനങ്ങളുള്ള വാക്കുകളാണത്. 1-2 വാക്കുകൾ മാത്രം പറഞ്ഞാൽ മതി, അതിൻ്റെ അർത്ഥം നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. കാരണം അതൊക്കെ അദ്ദേഹം ഇതിൻ്റെ വേദനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വാക്കുകളാണ്. അതുകൊണ്ട് ആ വാക്കുകൾക്ക് വലിയ മീനിങ്, വലിയ അർത്ഥങ്ങളുണ്ട്. അർത്ഥങ്ങൾ അടുത്ത 1-2 ആഴ്ചയ്ക്കാവും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, ഇവിടെ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ 2 CIമാരെ കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം. SITയുടെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്തായിരിക്കും? കൂടുതൽ സ്ട്രോങ് ആക്കാനാണോ, അന്വേഷണം കൂടുതൽ സ്ട്രോങ് ആക്കാനാണോ ഇവരുടെ ഒരു നീക്കം? SIT ടീം 2 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ സേവനം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി തീർച്ചയായിട്ടും അനുവദിക്കും. കാരണം ഇനി വളരെയധികം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാനുണ്ട്. കാരണം ഡി മണിയെ കണ്ടെത്തി കഴിഞ്ഞു. ഡി മണിയെ അയാൾ തീർച്ചയായിട്ടും അത് ഇന്ത്യയിൽ നിന്ന് വിഗ്രഹങ്ങൾ വെളിയിലേക്ക് കടത്തുന്ന ആൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അയാൾ തന്നെയാണ് തന്നെ കണ്ടതെന്ന് ആ വിദേശ വ്യവസായി പറഞ്ഞും കഴിഞ്ഞു. അതുകൊണ്ട് ആൾ തെറ്റിയിട്ടില്ല. പക്ഷേ അയാൾ 2-3 ഫോൺ നമ്പർ ഉപയോഗിക്കുന്നതെല്ലാം മറ്റു പലരും പേരിലുള്ളതാണ്. നല്ല കള്ളനാണ് അയാളെന്ന് കൃത്യമാണ്. കാരണം ഡി മണിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേരിലല്ല മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പരിചയമുള്ള ചില ആൾക്കാരുടെ ഫോൺ നമ്പറാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അതിലേക്കാണ് മെസ്സേജ് വരുന്നത്. തന്നിലേക്ക് അന്വേഷണം എത്താതിരിക്കാനും ഈ കള്ളക്കടത്ത് തന്നിലേക്ക് വരാതിരിക്കാനും. കാരണം ഡി മണിക്കറിയാം ഇത് പിടിക്കപ്പെട്ടാൽ താൻ ജയിലിലാവും, അകത്താവും. അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ അടുത്ത കാലത്തുള്ള വളർച്ച ഭയാനകമായ രീതിയിലുള്ള വളർച്ച തന്നെയെന്ന് പറയേണ്ടി വരും. കാരണം അതുപോലെയുള്ള ഓഫീസും അതുപോലെയുള്ള സന്നാഹങ്ങളും സാമ്പത്തിക നേട്ടം അദ്ദേഹം കൈവരിച്ചിരിക്കുന്നു. അത് ശബരിമല കൊള്ളയിൽ നിന്ന് തന്നെയാണോ ആ പണം വന്നിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. അതുകൊണ്ട് അന്വേഷണം വളച്ച് വിപുലമാക്കേണ്ടിയിരിക്കുന്നു. 2 SIമാരുടെ അല്ലെങ്കിൽ 2 സർക്കിളന്മാരുടെ സേവനം അടിയന്തരമായിട്ട് ഹൈക്കോടതി കൊടുക്കും. കാരണം അന്വേഷണം വളരെ വിപുലീകരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റിലേക്ക് 3-4 പേരിലേക്ക് ഇനി ഒതുങ്ങും. ബാക്കി ഡി മണിയും കള്ളക്കടത്തുകാരും അങ്ങനെയുള്ളവരുമായിട്ടുള്ള
ആ ശൃംഖല ബ്രേക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൽ നിന്ന് എന്തുമാത്രം പണം ഒഴുകി, ഏതൊക്കെ അക്കൗണ്ടിലാണ് പണം ഒഴുകിയത്, ആർക്കൊക്കെ പണം കിട്ടി, ബിനാമിയായിട്ട് ആരെങ്കിലും അക്കൗണ്ടിൽ പണം പോയോ, അത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഡി മണിയുടെ പരിശോധിക്കുന്നുണ്ട്. ബിനാമിയായിട്ടുള്ള അയാൾക്ക് അക്കൗണ്ടുണ്ട്. അവിടെ നിന്നൊക്കെ പണം എങ്ങോട്ടൊക്കെ ഇപ്പോൾ സഞ്ചരിച്ചു എന്ന് ഇവിടെ കണ്ടെത്തി കഴിയുമ്പം തീർച്ചയായിട്ടും ഉന്നതരായ പലരെയും അറസ്റ്റിലേക്ക് കൊണ്ടുവരേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയെങ്കിലും ഈ സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുമോ? സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴേ വന്നിരിക്കുന്നതും അറസ്റ്റുകളും ആ കണ്ടെത്തലും റിക്കവറിയൊക്കെ നമ്മൾ കണ്ടല്ലോ. ശബരിമല തീർച്ചയായിട്ടും അവിടെ മുഴുവൻ കൊള്ളയടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് മലയാളികളും കർണാടകക്കാരും അതുപോലെ തന്നെ തമിഴ്നാട്ടുകാരും ആന്ധ്രാക്കാരും സഹിക്കില്ല. എല്ലാവരും അയ്യപ്പ ഭക്തന്മാരാണ്. അതുകൊണ്ട് അയ്യപ്പൻ്റെ അവിടെ നിന്ന് അടിച്ചുമാറ്റിയ സ്വർണ്ണങ്ങളുടെ കണക്ക് ഇത്ര മാത്രമല്ല, പലരും അവിടെ പൂജയ്ക്കായിട്ടും അവിടെ സ്വർണം പൂശാനും വളരെ കിലോ കണക്കിന് സ്വർണം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളൊന്നുമില്ല. കാരണം അത് നല്ലൊരു വരുമാനമായ മേഖലയാണ്. അതുകൊണ്ടാണ് ഈശ്വരവിശ്വാസമില്ല പല CPM നേതാക്കന്മാരെയും ശബരിമല പ്രസിഡൻ്റായിട്ടും കമ്മിറ്റി അംഗങ്ങളായിട്ടും പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പല സന്ദർഭത്തിലും പല ചാനലിൽ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈശ്വരവിശ്വാസമില്ലാത്ത CPMകാരെ എന്തുകൊണ്ടാണ് പ്രസിഡന്റും ശബരിമലയിൽ അവരെ അംഗങ്ങളും ആക്കുന്നത് എന്നാണ് ഞാൻ തുടക്കം മുതലേ ചോദിച്ചത്. അത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കണമായിരുന്നു പാർട്ടി. കാരണം പാർട്ടിയുടെ ഇമേജും പാർട്ടി ദൈവവിശ്വാസികളല്ല എന്ന് പൊതുവെ കേരളത്തിലെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. അത് ശരിയുമാണ്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചതും CPM പാർട്ടിക്കാരാണ്. അതുകൊണ്ട് അതുപോലെയുള്ള ഒരു ശ്രമം നടത്തിയ പാർട്ടിയുടെ അണികളായിട്ട് നിൽക്കുന്നവർ തന്നെ ആണ് ശബരിമല കൊള്ള നടത്തിയതെന്നാണ് അതിൻ്റെ പ്രസക്തമായ ഉത്തരം.